ഹായ് ഗായ്സ്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എക്സാമിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലാഗായേ. അപ്പോൾ എക്സാമിൻ്റെയൊക്കെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങളിതാ 5 പേരും കൂടെ കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. പോകുന്ന എവിടെയാണെന്ന് വഴിയേ പറയാവേ. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ 5 പേരും കൂടെ ഒരുങ്ങി ഇറങ്ങിയേ. അപ്പം ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് ഓട്ടോ നോക്കിയാണ്. അങ്ങനെ ഓട്ടോയൊക്കെ കിട്ടി. ഞങ്ങൾ 5 പേരും കൂടെ ഓട്ടോയിൽ മുണ്ടക്കയത്തിനാണ് കേട്ടോ പോകുന്നത്. മുണ്ടക്കയത്ത് ചെന്ന് ഞങ്ങൾ ബസ് തപ്പുമായിരുന്നു. അതിനിടയ്ക്ക് പോകാനായിട്ടുള്ള എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ 5 പേരും കൂടെ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ പ്ലാൻ ചെയ്ത് പോകുന്നത് കുട്ടിക്കാനത്തിനാണ്. കുട്ടിക്കാനത്തിന് പോകാനായിട്ടുള്ള ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ 5 പേരും കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. കുട്ടിക്കാനത്ത് ഞങ്ങൾ ഇന്ന് പൈൻ ഫോറസ്റ്റ് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അതിനിടയ്ക്ക് തമാശയ്ക്കൊക്കെ ആയിട്ട് ഞാനൊരു ചലഞ്ചൊക്കെ ആയിട്ട് വന്നു. 5 ബോയ്സിൻ്റെ പേര് പറയാനായിട്ടാണ് പറയുന്നത്. പക്ഷേ അവൾ പോകാനുള്ള തിരക്കിനിടയ്ക്ക് അത് കൊച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു, ശ്രീലക്ഷ്മി എന്നാണ്. അവൾ കാണാൻ ചെറുതായതുകൊണ്ട് അവളെ കൊച്ചു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവിടെ എടുത്ത് കൊടുത്ത ടാസ്ക് 5 ബോയ്സിൻ്റെ പേര് പറയാനായിരുന്നേ. അപ്പോൾ അവളങ്ങനെ 5 ബോയ്സ് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ പേര് പറഞ്ഞ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിക്ക് മുട്ടായി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ചലഞ്ച് ചെയ്യിച്ചത്. അപ്പോൾ അവളത് പേര് പറഞ്ഞതിന് സന്തോഷത്തിൽ നിന്ന് ചിരിക്കുന്നതാണ്. അതിനിടയ്ക്ക് മേഘ എന്തോ കാര്യം പറയുന്നുണ്ട്. പിന്നെ പോകാനായിട്ടുള്ള സ്ഥലവും ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ബസ് നോക്കാനായിട്ടുള്ള പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ബസ്സൊക്കെ തപ്പുന്നതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ KSRTC ബസ്സിനാണ് കേട്ടോ പോകുന്നത്. പിന്നെ യാത്ര എങ്ങോട്ടാണെങ്കിലും അത് KSRTC ബസ്സിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഴയൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വഴിയെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നല്ല മഞ്ഞും ചെറിയ ചാറ്റമഴയൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഇടുക്കിയിലെ കാര്യം പറയണ്ടല്ലോ അല്ലേ. ഇടുക്കിയിലാണെങ്കിൽ പറയുന്ന കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് കയറിയതിൻ്റെ ഞങ്ങൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. മഞ്ഞും ചെറിയ കാറ്റുമൊക്കെ കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ, അവർ 2 പേരും അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. 2 സൈഡിലും നല്ല വ്യൂ ആയിരുന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഈ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ചാർലി സിനിമയ്ക്കകത്ത് ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇതാണ് മുറിഞ്ഞമ്പുഴ വെള്ളച്ചാട്ടം. അതിനുശേഷം മഞ്ഞും ചെറിയ കാറ്റുമൊക്കെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിലൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നേ. നല്ല കടയും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര പോകുമായിരുന്നു. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് വീണ്ടും യാത്ര ആരംഭിച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ. അങ്ങനെ രണ്ടാമത്തെ തവണയാണ് ഞങ്ങളിത് ഇടുക്കിയുടെ വശത്തേക്ക് പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ അവളുടെ കൂടെ അവളുടെ വീട്ടിൽ പോയ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇടുക്കിയിലൊരു ഏരിയ കയറി പോകുന്നത്. നല്ല രസമാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല തണുപ്പും. ഞങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട്. 3 പേരുടെ സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്ന് അങ്ങനെ ഞങ്ങൾ അവസാനം പോകാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ വന്നു കേട്ടോ. അത് ഇവിടെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ആതിരശ്രീ പോയി ഞങ്ങൾക്ക് 5 പേർക്കുള്ള ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപ വീതമായിരുന്നേ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇത് കണ്ട അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇതിന് മുകളിൽ കൂടെ ഓടി കയറുന്നതും കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. നല്ല തണുത്ത കാറ്റായിരുന്നു ഗൈസ്. കാണാൻ നല്ല രസമായിരുന്നു. പൈൻകായൊക്കെ ഞങ്ങൾ ഒരുപാട് പെറുക്കി, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കോപ്രായങ്ങളായിരുന്നു. അവിടെ കിടന്ന് കുറേ റീലെടുത്തു, ഫോട്ടോസ് എടുത്തു. അതിനിടയ്ക്ക് കുറേ ഓടിച്ചാടി അതിനകത്ത് കൂടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലായിരുന്നേ. ഞങ്ങളങ്ങനെ 5 പേരുടെ അതിനകത്തൂടെയൊക്കെ നടന്ന്. ഇവിടെ തോട്ടപ്പുഴയുണ്ട് ഗൈസ്, പക്ഷെ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാതാണ് നടന്നത്. അങ്ങനെ തന്നെ തോട്ടപ്പുഴയൊക്കെ കടിച്ച് അതിൻ്റെ കുറേ ചുവരെയൊക്കെ പോയിട്ടാണ് ഞാനിപ്പോൾ ഈ കയറി വരുന്നത്. അങ്ങനെ ഇത് സൈഡിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു റോപ്പാണ് കേട്ടോ. ഇത് ഇറങ്ങി പോകാനായിട്ട് പാടൊക്കെയുള്ളവർക്ക് പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതിനിടയ്ക്ക് അതെല്ലാം കഴിഞ്ഞ ഇടയ്ക്കൊരു റീലൊക്കെ ചെയ്ത് പക്ഷേ അത് കാണാൻ വലിയ ഷോവൊന്നും ആയില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് അവിടെ തന്നെ ഞങ്ങളുടെ സീനിയറായിട്ടുള്ളൊരു ചേച്ചിയുടെ ഒക്കെ കടയായിരുന്നേ അത്. അവിടെ ഞങ്ങൾ കയറി വന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കുവാണ്. തിരിച്ച് നടന്നാണ് കേട്ടോ ഞങ്ങൾ പോയത്. തിരിച്ച് ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളി വ്യൂ ഒക്കെ കണിങ്ങനെ അങ്ങ് പോവുമായിരുന്നേ. അങ്ങനെ പോയതിന് ശേഷം ഞങ്ങളിതാ ഇപ്പോഴാണ് നമ്മൾ കുട്ടിക്കാനത്ത് എത്തിയത്. ഇതാണ് കേട്ടോ കുട്ടിക്കാനം ടൗണ്. അങ്ങനെ ടൗണിലൊക്കെ വന്ന് നമ്മളിനി തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ടാണ്. എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് കരുതി 2-3 സ്ഥലം കൂടെ കവർ ചെയ്യാനൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ തിരിച്ച് നടക്കുന്നതൊക്കെ.
തിരിച്ച് നടക്കുന്ന സമയത്ത് ഇതാ ഞങ്ങൾ ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞാണ് കേട്ടോ ഗൈസ് നടക്കുന്നത്. പോയി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ 5 പേരൂടെ നടക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ടൈം പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ അടുത്തുനിന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടിരുന്ന ആ വെള്ളച്ചാട്ടമില്ലേ, അങ്ങോട്ട് പോകാനായിട്ടാണ്. അത് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണ്. അങ്ങോട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് ബസ്സിൽ അങ്ങനെ നമ്മൾ ചെന്നിട്ട് ഇതാ വെള്ളച്ചാട്ടം, അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന ഓട്ടോയിൽ കയറിയതൊന്നും പിടിക്കാൻ പറ്റിയില്ല ഗായ്സ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കാഴ്ചയാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. വെള്ളം ഒരു പാല് പോലെ ഒഴുകുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ സൈഡിലുള്ള കടയാണ്. ഇവിടെ കുറേ ഉപ്പിലിട്ടത് ഒക്കെ കണ്ടു കേട്ടോ, നെല്ലിക്കയും ക്യാരറ്റും ഒക്കെ. നമ്മളതൊന്നും കഴിക്കാണ്ട് ഇതാ സവോള ബജ്ജി, സവോള വടയും മുളക് ബജ്ജിയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഈ ചട്നി അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു. കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ തവണ ചട്നി തന്നെ വാരി തിന്നേ, പക്ഷെ നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എങ്കിലും അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും വന്നിട്ട് ഞങ്ങൾ സ്മാർട്ടിൽ കയറിയേ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പാലും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ അടിപൊളിയാക്കി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിപൊളിയാക്കി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.